അസ്സലാമലൈക്കും. മെലറ്റോണിൻ എന്ന മനോഹരമായ ഒരു ഹോർമോൺ ശരീരത്തിൽ സംവിധാനിച്ച് തന്ന നാഥൻ, ആ സ്നേഹനാഥൻ നമുക്ക് മനോഹരമായ ഉറക്കം തരുവാനാണ് ആ ഹോർമോൺ തന്നത്. ആ നാഥനെ സ്തുതിക്കാതെ എങ്ങനെ ഒരു ദിവസം നമ്മൾ ആരംഭിക്കും? അങ്ങനെ ഒരു ദിവസം നമ്മൾ ആരംഭിച്ചാൽ ആ ദിവസത്തിൽ ബർക്കത്തുണ്ടാകുമോ? ദൈവവിശ്വാസിയല്ലാത്ത ഒരു സാഹിത്യകാരൻ പറഞ്ഞത്, ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിനൊരു ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊരു സ്ട്രോക്കില്ലാതെ, എനിക്കൊരു സൈലന്റ് അറ്റാക്ക് ഇല്ലാതെ, നല്ല ആരോഗ്യത്തോടെ എനിക്ക് ഒരു ദിവസം കൂടി ആയുസ്സിൽ നൽകിയ ആ ശക്തിയെ ഞാൻ സ്തുതിക്കാറുണ്ട്. വിശ്വാസികളായ നമ്മോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇമാം ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇമാം ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസിനെ മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് എന്നാണ് പറയുന്നത്. അങ്ങനെ വന്ന ഒരു പ്രാർത്ഥനയാണിത്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതന വഇലൈഹിൻ നുശൂർ. ഞങ്ങളെ മരിപ്പിച്ച ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. അവസാനം ഞങ്ങൾ മടങ്ങി ചെല്ലുന്നതും അവനിലേക്ക് തന്നെയാണ്. മോനെ, ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ കുട്ടികളോട് ചോദിക്കാറുണ്ട് നമ്മൾ, ഫാനിൻ്റെ സ്വിച്ച് ഓഫ് ആക്കിയോ? മോളെ, എ സിയുടെ സ്വിച്ച് ഓഫ് ആക്കിയോ? അതിനേക്കാൾ ഗൗരവത്തോടെ നമ്മൾ ചോദിക്കണം, മോനെ, അള്ളാഹുവിനെ സ്തുതിച്ചോ? ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നൽകിയോ? കാരണം എത്രയോ പേര് ഉസ്താദേ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ടാണ് ഉറങ്ങുന്നത്. അത് കഴിച്ചാൽ തന്നെ 2 മണി വരെ ഉറക്കമുള്ളൂ. പിന്നെ ഉറക്കമില്ല ഉസ്താദേ, പ്രാർത്ഥിക്കണേ. നമുക്ക് അള്ളാഹു മനോഹരമായ ഉറക്കം തന്നു. എന്നിട്ട് നമ്മളൊരു നന്ദി കാണിക്കാതെ ഒരു ദിവസം നമ്മൾ ആരംഭിക്കരുത്.